സക്സസ് ഫയലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ നോക്കാൻ പോകുന്നത് നിലവിൽ പ്രധാനപ്പെട്ട ഔദ്യോഗിക പദവികൾ വഹിക്കുന്നവർ ആരെല്ലാം എന്നതാണ്. അപ്പൊ കേരള PSCയുടെ ഏതൊരു പരീക്ഷയ്ക്കും തയ്യാറെടുക്കുന്നവരായാലും ഈ ഒരു ഭാഗം കൃത്യമായിട്ട് പഠിച്ചിരിക്കുക. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം, കേരളത്തിലെ നിലവിലെ ഗവർണർ ആരാണ്? കേരളത്തിന്റെ നിലവിലെ ഗവർണർ ആരാണ്? രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ആണ്. രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ആണ് കേരളത്തിന്റെ നിലവിലെ ഗവർണർ. രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ എത്രാമത്തെ ഗവർണറാണ്? 23ാമത്തെ ഗവർണറാണ് എന്നതും പ്രത്യേകം നോട്ട് ചെയ്യുക. അപ്പൊ കേരളത്തിന്റെ നിലവിലെ ഗവർണർ ആരാണ്? രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ആണ്. അദ്ദേഹം 23ാമത്തെ ഗവർണറാണ്. കേരളത്തിന്റെ നിലവിലെ ചീഫ് സെക്രട്ടറി ആര്? കേരളത്തിന്റെ നിലവിലെ ചീഫ് സെക്രട്ടറി ആര്? എ ജയതിലക് IAS ആണ്. എ ജയതിലക് IAS ആണ് കേരളത്തിന്റെ നിലവിലെ ചീഫ് സെക്രട്ടറി. എ ജയതിലക് IAS 50ാമത്തെ ചീഫ് സെക്രട്ടറി ആണ്. ശാരദാ മുരളീധരന് ശേഷമാണ് അദ്ദേഹം ചീഫ് സെക്രട്ടറി ആയിട്ട് ചുമതലയേറ്റത്. അപ്പൊ കേരളത്തിന്റെ നിലവിലെ ചീഫ് സെക്രട്ടറി ആര് എന്ന് ചോദിച്ചാൽ ആരാണ്? എ ജയതിലക് IAS ആണ്. 50ാമത്തെ ചീഫ് സെക്രട്ടറി ആണ് എന്നതും കൂടി ഇതിനോടൊപ്പം ഓർത്തു വയ്ക്കുക. കേരളത്തിന്റെ നിലവിലെ പോലീസ് മേധാവി ആരാണ്? കേരളത്തിന്റെ നിലവിലെ പോലീസ് മേധാവി റവാഡ എ ചന്ദ്രശേഖർ IPS ആണ്. കേരളത്തിന്റെ നിലവിലെ പോലീസ് മേധാവി അല്ലെങ്കിൽ DGP ആര് എന്ന് ചോദിച്ചാൽ റവാഡ എ ചന്ദ്രശേഖർ IPS. റവാഡ എ ചന്ദ്രശേഖർ IPS. അടുത്ത ചോദ്യം, കേരള നിയമസഭയുടെ ഇപ്പോഴത്തെ സ്പീക്കർ ആരാണ്? കേരള നിയമസഭയുടെ ഇപ്പോഴത്തെ സ്പീക്കർ ആരാണ്? AN ഷംസീർ ആണ്. AN ഷംസീർ ആണ് കേരള നിയമസഭയുടെ ഇപ്പോഴത്തെ സ്പീക്കർ. AN ഷംസീർ. കേരള സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷൻ അതായത് കേരള PSCയുടെ ചെയർമാൻ ആര്? കേരള PSCയുടെ നിലവിലെ ചെയർമാൻ ആരാണ്? ഡോക്ടർ MR ബൈജു ആണ്. ഡോക്ടർ MR ബൈജു ആണ് കേരള PSCയുടെ നിലവിലെ ചെയർമാൻ. ഡോക്ടർ MR ബൈജു. കേരളത്തിന്റെ ഇപ്പോഴത്തെ ലോകായുക്ത ആര്? കേരളത്തിന്റെ ഇപ്പോഴത്തെ ലോകായുക്ത ആരാണ്? ജസ്റ്റിസ് N അനിൽകുമാർ ആണ്. ജസ്റ്റിസ് N അനിൽകുമാർ ആണ് കേരളത്തിന്റെ ഇപ്പോഴത്തെ ലോകായുക്ത. ജസ്റ്റിസ് N അനിൽകുമാർ. കേരള സംസ്ഥാന വനിതാ കമ്മീഷൻ അധ്യക്ഷ ആരാണ്? കേരള സംസ്ഥാന വനിതാ കമ്മീഷൻ അധ്യക്ഷ P സതീദേവിയാണ്. കേരള സംസ്ഥാന വനിതാ കമ്മീഷൻ അധ്യക്ഷ ആരാണ്? P സതീദേവി. കേരളത്തിലെ ഇപ്പോഴത്തെ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ആര്? കേരളത്തിലെ ഇപ്പോഴത്തെ നിലവിലെ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ജസ്റ്റിസ് അലക്സാണ്ടർ തോമസ് ആണ്. ജസ്റ്റിസ് അലക്സാണ്ടർ തോമസ് ആണ് കേരളത്തിലെ ഇപ്പോഴത്തെ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ. ജസ്റ്റിസ് അലക്സാണ്ടർ തോമസ്. കേരളത്തിലെ നിലവിലെ അഡ്വക്കേറ്റ് ജനറൽ ആരാണ്? കേരളത്തിലെ നിലവിലെ അഡ്വക്കേറ്റ് ജനറൽ K ഗോപാലകൃഷ്ണ കുറുപ്പ്. K ഗോപാലകൃഷ്ണ കുറുപ്പാണ് കേരളത്തിലെ നിലവിലെ അഡ്വക്കേറ്റ് ജനറൽ. K ഗോപാലകൃഷ്ണ കുറുപ്പ്. ഇന്ത്യയുടെ നിലവിലെ രാഷ്ട്രപതി ദ്രൗപദി മുർമു. ദ്രൗപദി മുർമു എത്രാമത്തെ രാഷ്ട്രപതിയാണ്? 15ാമത് രാഷ്ട്രപതിയാണ്. അപ്പൊ നിലവിലെ എത്രാമത്തെ രാഷ്ട്രപതിയാണ് ദ്രൗപദി മുർമു? 15ാമത് രാഷ്ട്രപതിയാണ്. ഇന്ത്യൻ രാഷ്ട്രപതിയാകുന്ന ആദ്യത്തെ ഗോത്രവർഗ വനിതയാണ് ദ്രൗപദി മുർമു. അതുപോലെ ഇന്ത്യയുടെ രാഷ്ട്രപതിയാകുന്ന 2ാമത്തെ വനിത, സ്വതന്ത്ര ഇന്ത്യയിൽ ജനിച്ച ആദ്യത്തെ രാഷ്ട്രപതി എന്നീ കാര്യങ്ങളും കൂടി ഇതിനോടൊപ്പം പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കാം. ഇന്ത്യൻ രാഷ്ട്രപതിയാകുന്ന ആദ്യത്തെ ഗോത്രവർഗ വനിത, ഇന്ത്യയുടെ രാഷ്ട്രപതിയാകുന്ന 2ാമത്തെ വനിത, സ്വതന്ത്ര ഇന്ത്യയിൽ ജനിച്ച ആദ്യത്തെ രാഷ്ട്രപതി. അടുത്ത ചോദ്യം,
ഇന്ത്യയുടെ ഇപ്പോഴത്തെ ഉപരാഷ്ട്രപതി ആരാണ്? ഇന്ത്യയുടെ ഇപ്പോഴത്തെ ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണനാണ്. CP രാധാകൃഷ്ണൻ എത്രാമത്തെ ഉപരാഷ്ട്രപതിയാണ്? 15ാമത്തെ ഉപരാഷ്ട്രപതിയാണ് CP രാധാകൃഷ്ണൻ. ഇന്ത്യയുടെ നിലവിലെ ഉപരാഷ്ട്രപതി ആരെയെന്ന് ചോദിച്ചാൽ CP രാധാകൃഷ്ണൻ. CP രാധാകൃഷ്ണൻ എത്രാമത്തെ ഉപരാഷ്ട്രപതിയാണ് എന്ന് ചോദിച്ചാൽ 15ാമത്തെ ഉപരാഷ്ട്രപതിയാണ്. ഇന്ത്യയുടെ നിലവിലെ ചീഫ് ജസ്റ്റിസ് ആരാണ്? ഇന്ത്യയുടെ നിലവിലെ ചീഫ് ജസ്റ്റിസ് ആരാണ്? ജസ്റ്റിസ് സൂര്യകാന്താണ്. ജസ്റ്റിസ് സൂര്യകാന്താണ് ഇന്ത്യയുടെ നിലവിലെ ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത്. ഇന്ത്യയുടെ എത്രാമത്തെ ചീഫ് ജസ്റ്റിസ് ആണ് ജസ്റ്റിസ് സൂര്യകാന്ത്? ഇന്ത്യയുടെ എത്രാമത്തെ ചീഫ് ജസ്റ്റിസ് ആണ് ജസ്റ്റിസ് സൂര്യകാന്ത്? 53ാമത് ചീഫ് ജസ്റ്റിസ് ആണ് ജസ്റ്റിസ് സൂര്യകാന്ത്. 53ാമത്. ജസ്റ്റിസ് സൂര്യകാന്ത് ഏത് സംസ്ഥാനത്ത് നിന്നുമുള്ള വ്യക്തിയാണ്? ജസ്റ്റിസ് സൂര്യകാന്ത് ഏത് സംസ്ഥാനത്ത് നിന്നുമുള്ള വ്യക്തിയാണ്? ഹരിയാനയാണ്. ഹരിയാന. കേരള ഹൈക്കോടതിയുടെ നിലവിലെ ചീഫ് ജസ്റ്റിസ് ആരാണ്? കേരള ഹൈക്കോടതിയുടെ നിലവിലെ ചീഫ് ജസ്റ്റിസ് സൗമൻ സെൻ ആണ്. ജസ്റ്റിസ് സൗമൻ സെൻ ആണ് കേരള ഹൈക്കോടതിയുടെ നിലവിലെ ചീഫ് ജസ്റ്റിസ് സൗമൻ സെൻ. ഇന്ത്യയുടെ നിലവിലെ അറ്റോർണി ജനറൽ ആരാണ്? ഇന്ത്യയുടെ നിലവിലെ അറ്റോർണി ജനറൽ ആരാണ്? ആർ വെങ്കിട്ടരമണിയാണ്. ഇന്ത്യയുടെ നിലവിലെ അറ്റോർണി ജനറൽ ആരാണ്? ആർ വെങ്കിട്ടരമണി. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ ഗവർണർ ആരാണ്? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഇപ്പോഴത്തെ ഗവർണർ ആരാണ്? സഞ്ജയ് മൽഹോത്രയാണ്. RBIയുടെ 26ാമത്തെ ഗവർണറാണ് സഞ്ജയ് മൽഹോത്ര. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ ഗവർണർ ആരാണ്? സഞ്ജയ് മൽഹോത്ര. സഞ്ജയ് മൽഹോത്ര RBIയുടെ 26ാമത് ഗവർണർ ആണ്. ഇന്ത്യയുടെ ഇപ്പോഴത്തെ CAG കംട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ആരാണ്? ഇന്ത്യയുടെ ഇപ്പോഴത്തെ CAG കംട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ K സഞ്ജയ് മൂർത്തിയാണ്. K സഞ്ജയ് മൂർത്തി. കംട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ആരാണ്? K സഞ്ജയ് മൂർത്തി. ISRO ചെയർമാൻ ആരാണ്? ISRO ചെയർമാൻ ഡോക്ടർ വി നാരായണൻ. ഡോക്ടർ വി നാരായണനാണ് ISRO ചെയർമാൻ. ഡോക്ടർ വി നാരായണൻ. ഇന്ത്യയുടെ ഇപ്പോഴത്തെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസർ NSA ആരാണ്? ഇന്ത്യയുടെ ഇപ്പോഴത്തെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസർ NSA ആരാണ്? അജിത് ഡോവൽ ആണ്. അജിത് ഡോവൽ നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസർ അജിത് ഡോവൽ. നീതി ആയോഗിന്റെ ഇപ്പോഴത്തെ CEO ആര്? നീതി ആയോഗിന്റെ ഇപ്പോഴത്തെ CEO BVR സുബ്രഹ്മണ്യമാണ്. BVR സുബ്രഹ്മണ്യമാണ് നീതി ആയോഗിന്റെ ഇപ്പോഴത്തെ CEO BVR സുബ്രഹ്മണ്യം. UPSC ചെയർമാൻ ആരാണ്? UPSC ചെയർമാൻ നിലവിലെ UPSC ചെയർമാൻ ഡോക്ടർ അജയ് കുമാർ. നിലവിലെ UPSC ചെയർമാൻ ഡോക്ടർ അജയ് കുമാർ. സെബി സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ ചെയർപേഴ്സൺ ആരാണ്? സെബിയുടെ നിലവിലെ ചെയർപേഴ്സൺ ശ്രീ തുഹിൻ കാന്ത പാണ്ഡെ. ശ്രീ തുഹിൻ കാന്ത പാണ്ഡെ. സെബിയുടെ ഫുൾ ഫോമും കൂടി പ്രത്യേകം നോട്ട് ചെയ്ത് വെച്ചോളൂ. സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ. സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ സെബിയുടെ നിലവിലെ ചെയർപേഴ്സൺ ആരാണ്? ശ്രീ തുഹിൻ കാന്ത പാണ്ഡെ. ശ്രീ തുഹിൻ കാന്ത പാണ്ഡെ. BARC ബാബ അറ്റോമിക് റിസർച്ച് സെന്റർ ഡയറക്ടർ ആരാണ്? BARC ബാബ അറ്റോമിക് റിസർച്ച് സെന്റർ ഡയറക്ടർ വിവേക് ബാസിൻ ആണ്. വിവേക് ബാസിൻ. BARC ഡയറക്ടർ ആരാണ് നിലവിലെ? വിവേക് ബാസിൻ. റെയിൽവേ ബോർഡിന്റെ ആദ്യ വനിതാ ചെയർപേഴ്സൺ ആര്?
റെയിൽവേ ബോർഡിൻ്റെ ആദ്യത്തെ വനിതാ ചെയർപേഴ്സൺ? ജയ വർമ്മ സിൻഹ. ജയ വർമ്മ സിൻഹ. റെയിൽവേ ബോർഡിൻ്റെ ആദ്യത്തെ വനിതാ ചെയർപേഴ്സൺ ആണ് ജയ വർമ്മ സിൻഹ. ജയ വർമ്മ സിൻഹയാണ് റെയിൽവേ ബോർഡിൻ്റെ ആദ്യത്തെ വനിതാ ചെയർപേഴ്സൺ. അടുത്ത ചോദ്യം, ഇന്ത്യയുടെ ഇപ്പോഴത്തെ വിദേശകാര്യമന്ത്രി. ഇന്ത്യയുടെ ഇപ്പോഴത്തെ വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ ആണ്. ഡോക്ടർ എസ് ജയശങ്കർ ആണ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ വിദേശകാര്യമന്ത്രി. ഡോക്ടർ എസ് ജയശങ്കർ. ഇന്ത്യയുടെ ഇപ്പോഴത്തെ വിദേശകാര്യ സെക്രട്ടറി ആര്? വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി. ഇന്ത്യയുടെ ഇപ്പോഴത്തെ വിദേശകാര്യ മന്ത്രി ആര് എന്ന് ചോദിച്ചാൽ ഡോക്ടർ എസ് ജയശങ്കർ ആണ്. ഇന്ത്യയുടെ ഇപ്പോഴത്തെ വിദേശകാര്യ സെക്രട്ടറി ആര് എന്ന് ചോദിച്ചാൽ വിക്രം മിർസി. ഇന്ത്യയുടെ നിലവിലെ സോളിസിറ്റർ ജനറൽ ആരാണ്? ഇന്ത്യയുടെ നിലവിലെ സോളിസിറ്റർ ജനറൽ തുഷാർ മേത്തയാണ്. ഇന്ത്യയുടെ നിലവിലെ സോളിസിറ്റർ ജനറൽ ആണ് തുഷാർ മേത്ത. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ, നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ ചെയർമാൻ ആരാണ്? ജസ്റ്റിസ് വി രാമസുബ്രഹ്മണ്യൻ ആണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ആരാണ്? ജസ്റ്റിസ് വി രാമസുബ്രഹ്മണ്യൻ. 16ാം ധനകാര്യ കമ്മീഷൻ ചെയർമാൻ ആര്? 16ാം ധനകാര്യ കമ്മീഷൻ ചെയർമാൻ അരവിന്ദ് പനഗരിയ. 16ാമത്തെ ധനകാര്യ കമ്മീഷൻ ചെയർമാനാണ് അരവിന്ദ് പനഗരിയ. സെൻട്രൽ വിജിലൻസ് കമ്മീഷണർ പ്രവീൺ കുമാർ ശ്രീവാസ്തവ. സെൻട്രൽ വിജിലൻസ് കമ്മീഷണർ ആരാണ് നിലവിൽ? പ്രവീൺ കുമാർ ശ്രീവാസ്തവയാണ് നിലവിൽ സെൻട്രൽ വിജിലൻസ് കമ്മീഷണർ. ഇന്ത്യയുടെ നിലവിലെ സെൻട്രൽ ഇൻഫോർമേഷൻ കമ്മീഷണർ ആരാണ്? നിലവിലെ സെൻട്രൽ ഇൻഫോർമേഷൻ കമ്മീഷണർ ശ്രീരാജ് കുമാർ ഗോയൽ ആണ്. ഇന്ത്യയുടെ നിലവിലെ സെൻട്രൽ ഇൻഫോർമേഷൻ കമ്മീഷണർ ആരാണ്? ശ്രീരാജ് കുമാർ ഗോയൽ. ദേശീയ വനിതാ കമ്മീഷൻ അധ്യക്ഷ ആര്? ദേശീയ വനിതാ കമ്മീഷൻ അധ്യക്ഷ വിജയ കിഷോർ റെഹത്കർ ആണ്. ദേശീയ വനിതാ കമ്മീഷൻ അധ്യക്ഷ. നബാർഡ് ചെയർമാൻ ആരാണ്? നബാർഡിന്റെ നിലവിലെ ചെയർമാൻ ആരാണ്? ഷാജി കെ വി ആണ് നബാർഡ് ചെയർമാൻ. ലോകസഭയിലെ നിലവിലെ സെക്രട്ടറി ജനറൽ ആര്? ലോകസഭാ സെക്രട്ടറി ജനറൽ ആരാണ്? ലോകസഭാ സെക്രട്ടറി ജനറൽ ഉത്പൽ കുമാർ സിംഗ് ആണ് ലോകസഭാ സെക്രട്ടറി ജനറൽ. കേരളത്തിന്റെ നിലവിലെ ഇൻഫോർമേഷൻ കമ്മീഷണർ സ്റ്റേറ്റ് ചീഫ് ഇൻഫോർമേഷൻ കമ്മീഷണർ വി ഹരി നായർ ആണ്. സ്റ്റേറ്റ് ചീഫ് ഇൻഫോർമേഷൻ കമ്മീഷണർ ആരാണ്? വി ഹരി നായർ. കേരള സ്റ്റേറ്റ് പ്ലാനിംഗ് ബോർഡ് വൈസ് ചെയർമാൻ ആരാണ്? കേരള സ്റ്റേറ്റ് പ്ലാനിംഗ് ബോർഡ് വൈസ് ചെയർമാൻ പ്രൊഫസർ വി കെ രാമചന്ദ്രനാണ് കേരള സ്റ്റേറ്റ് പ്ലാനിംഗ് ബോർഡ് വൈസ് ചെയർമാൻ. കേരള സാഹിത്യ അക്കാദമി അധ്യക്ഷൻ സാഹിത്യ അക്കാദമി അധ്യക്ഷൻ കെ സച്ചിദാനന്ദനാണ്. കേരള സാഹിത്യ അക്കാദമി അധ്യക്ഷൻ ആരാണ്? കെ സച്ചിദാനന്ദൻ. കേരള സംഗീത നാടക അക്കാദമി അധ്യക്ഷൻ ആരാണ്? മട്ടന്നൂർ ശങ്കരൻകുട്ടിയാണ്. കേരള സംഗീത നാടക അക്കാദമി അധ്യക്ഷൻ മട്ടന്നൂർ ശങ്കരൻകുട്ടി. അടുത്തത് കേരള ലളിതകലാ അക്കാദമി അധ്യക്ഷൻ ആരാണ്? മുരളി ചീരോത്താണ്. കേരള ലളിതകലാ അക്കാദമി അധ്യക്ഷനാണ് മുരളി ചീരോത്ത്.
കേരള ഫോക്ലോർ അക്കാദമി ചെയർമാൻ ആരാണ്? കേരള ഫോക്ലോർ അക്കാദമി ചെയർമാൻ OS ഉണ്ണികൃഷ്ണനാണ്. OS ഉണ്ണികൃഷ്ണൻ. കേരള ഫോക്ലോർ അക്കാദമി ചെയർമാനാണ് OS ഉണ്ണികൃഷ്ണൻ. കേരള സംസ്ഥാന ചലച്ചിത്ര അക്കാദമി ചെയർമാൻ. കേരള സംസ്ഥാന ചലച്ചിത്ര അക്കാദമി ചെയർമാൻ റസൂൽ പൂക്കുട്ടി. കേരള സംസ്ഥാന ചലച്ചിത്ര അക്കാദമി ചെയർമാൻ ആരാണ്? റസൂൽ പൂക്കുട്ടി. അപ്പൊ ജസ്റ്റ് ഇതൊന്നും കൂടി നോക്കാം. കേരള സാഹിത്യ അക്കാദമി അധ്യക്ഷനാണ് K സച്ചിദാനന്ദൻ. സംഗീത നാടക അക്കാദമി അധ്യക്ഷനാണ് മട്ടന്നൂർ ശങ്കരൻകുട്ടി. ലളിതകല അക്കാദമി അധ്യക്ഷനാണ് മുരളി ചീരോത്ത. ഫോക്ലോർ അക്കാദമി ചെയർമാനാണ് OS ഉണ്ണികൃഷ്ണൻ. കേരള സംസ്ഥാന ചലച്ചിത്ര അക്കാദമി ചെയർമാനാണ് റസൂൽ പൂക്കുട്ടി. ഐക്യരാഷ്ട്രസഭയുടെ ഇപ്പോഴത്തെ സെക്രട്ടറി ജനറൽ ആരാണ്? ഐക്യരാഷ്ട്രസഭ UN സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് ആണ്. അന്റോണിയോ ഗുട്ടറസ്. ലോകാരോഗ്യ സംഘടനയുടെ ഡയറക്ടർ ജനറൽ ആരാണ്? ലോകാരോഗ്യ സംഘടനയുടെ ഡയറക്ടർ ജനറൽ ടെഡ്രോസ് അഥാനോം ഗെബ്രിയേസസ് ആണ്. ടെഡ്രോസ് അഥാനോം ഗെബ്രിയേസസ് ആണ് ലോകാരോഗ്യ സംഘടനയുടെ ഡയറക്ടർ ജനറൽ. ടെഡ്രോസ് അഥാനോം ഗെബ്രിയേസസ്. ടെഡ്രോസ് അഥാനോം ഗെബ്രിയേസസ് ലോകാരോഗ്യ സംഘടനയുടെ ഡയറക്ടർ ജനറൽ. അടുത്ത ചോദ്യം, ലോകബാങ്ക് വേൾഡ് ബാങ്കിന്റെ പ്രസിഡന്റ് ആരാണ്? വേൾഡ് ബാങ്ക് പ്രസിഡന്റ് ആരാണ്? അജയ് ഭംഗയാണ്. അജയ് ഭംഗ. വേൾഡ് ബാങ്ക് പ്രസിഡന്റ് ആരാണ്? അജയ് ഭംഗ. ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ പ്രസിഡന്റ്. ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ പ്രസിഡന്റ്. ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ പ്രസിഡന്റ് PT ഉഷയാണ്. PT ഉഷ. വെൽത്ത് സെക്രട്ടറി ജനറൽ ആയിട്ട് പുതുതായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ആര്? കോമൺവെൽത്ത് സെക്രട്ടറി ജനറൽ. കോമൺവെൽത്ത് സെക്രട്ടറി ജനറൽ ഷേർലി അയോക്കർ ബോച്ച്വേ. ഷേർലി അയോക്കർ ബോച്ച്വേ. ഷേർലി അയോക്കർ ബോച്ച്വേ ആണ് കോമൺവെൽത്ത് സെക്രട്ടറി ജനറൽ ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത്. ഷേർലി അയോക്കർ ബോച്ച്വേ. കേരളത്തിലെ നിലവിലെ റവന്യൂ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രി ആരാണ്? കേരളത്തിന്റെ നിലവിലെ റവന്യൂ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രി K രാജനാണ്. റവന്യൂ മന്ത്രി K രാജൻ. ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രി ആര് എന്ന് ചോദിച്ചാൽ K രാജൻ. കേരളത്തിന്റെ ധനകാര്യമന്ത്രി ആര്? കേരളത്തിന്റെ ധനകാര്യമന്ത്രി KN ബാലഗോപാൽ ആണ്. കേരളത്തിന്റെ ധനകാര്യമന്ത്രിയാണ് KN ബാലഗോപാൽ. ആരോഗ്യം, കുടുംബക്ഷേമം, വനിതാ ശിശു വികസനം എന്നീ വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്ന മന്ത്രി ആര്? ആരോഗ്യം, കുടുംബക്ഷേമം, വനിതാ ശിശു വികസനം എന്നീ വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്ന മന്ത്രി വീണ ജോർജ് ആണ്. ഏതൊക്കെയാണ്? ആരോഗ്യം, കുടുംബക്ഷേമം, വനിതാ ശിശു വികസനം എന്നീ വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്നു വീണ ജോർജ്. കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ തൊഴിൽ വകുപ്പ് മന്ത്രി. അപ്പൊ കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ മന്ത്രി ആര്? അതുപോലെ കേരളത്തിലെ തൊഴിൽ വകുപ്പ് മന്ത്രി ആര് എന്ന് ചോദിച്ചാൽ വി ശിവൻകുട്ടിയാണ്. വി ശിവൻകുട്ടി. കേരളത്തിലെ പൊതുവിദ്യാഭ്യാസം തൊഴിൽ വകുപ്പ് മന്ത്രി ആരാണ്? വി ശിവൻകുട്ടി. ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന്റെ ചുമതലയുള്ള മന്ത്രി ആര്? ഉന്നത വിദ്യാഭ്യാസ വകുപ്പ്. ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന്റെ ചുമതല ഡോക്ടർ ആർ ബിന്ദുവിനാണ്. ഡോക്ടർ ആർ ബിന്ദു. ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന്റെ ചുമതല ഡോക്ടർ ആർ ബിന്ദു. കേരളത്തിന്റെ നിയമം, വ്യവസായം, കയർ. കേരളത്തിന്റെ നിയമം, വ്യവസായം, കയർ എന്നീ വകുപ്പുകളുടെ മന്ത്രി P രാജീവ്. വ്യവസായം, കയർ ആരാണ്? P രാജീവ്. തദ്ദേശ സ്വയംഭരണം, എക്സൈസ്, പാർലമെന്ററി കാര്യങ്ങൾ ഏതൊക്കെയാണ്? തദ്ദേശ സ്വയംഭരണം, എക്സൈസ്, പാർലമെന്ററി കാര്യങ്ങൾ എന്നീ വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്നത് MB രാജേഷ്. തദ്ദേശ സ്വയംഭരണം, എക്സൈസ്, പാർലമെന്ററി കാര്യങ്ങൾ എന്നീ വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്നത് MB രാജേഷ്. കേരളത്തിന്റെ പൊതുമരാമത്ത് അതുപോലെ ടൂറിസം വകുപ്പ് മന്ത്രി ആര്?
കേരളത്തിൻ്റെ പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി PA മുഹമ്മദ് റിയാസ് ആണ്. PA മുഹമ്മദ് റിയാസ്. പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി, ടൂറിസം വകുപ്പ് മന്ത്രി ആരാണ്? PA മുഹമ്മദ് റിയാസ്. കേരളത്തിലെ നിലവിലെ കൃഷി വകുപ്പ് മന്ത്രി ആര്? കേരളത്തിലെ നിലവിലെ കൃഷി വകുപ്പ് മന്ത്രി P പ്രസാദ് ആണ്. കേരളത്തിലെ നിലവിലെ കൃഷി വകുപ്പ് മന്ത്രി P പ്രസാദ്. ജലവിഭവ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രി ആരാണ്? ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ ആണ്. റോഷി അഗസ്റ്റിൻ. കേരളത്തിലെ ഗതാഗത വകുപ്പ് മന്ത്രി ആര്? ഗതാഗത വകുപ്പ് മന്ത്രി KB ഗണേഷ് കുമാർ ആണ്. കേരളത്തിലെ ഗതാഗത വകുപ്പ് മന്ത്രിയാണ് KB ഗണേഷ് കുമാർ. വൈദ്യുതി വകുപ്പ് മന്ത്രി ആര്? വൈദ്യുതി വകുപ്പ് മന്ത്രി K കൃഷ്ണൻകുട്ടിയാണ്. വൈദ്യുതി വകുപ്പ് മന്ത്രി ആരാണ്? K കൃഷ്ണൻകുട്ടി. കേരളത്തിലെ വനം വന്യജീവി സംരക്ഷണ വകുപ്പ് മന്ത്രി, വനം വന്യജീവി സംരക്ഷണ വകുപ്പ് മന്ത്രി AK ശശീന്ദ്രൻ. വനം വന്യജീവി സംരക്ഷണ വകുപ്പ് മന്ത്രി AK ശശീന്ദ്രൻ. സഹകരണം, തുറമുഖം, ദേവസ്വം എന്നീ വകുപ്പുകളുടെ ചുമതലയുള്ള മന്ത്രി ആര്? സഹകരണം, തുറമുഖം, ദേവസ്വം എന്നീ വകുപ്പുകളുടെ ചുമതലയുള്ളത് VN വാസവനാണ്. VN വാസവൻ. സഹകരണം, തുറമുഖം, ദേവസ്വം VN വാസവൻ. ഭക്ഷ്യ, സിവിൽ സപ്ലൈസ്, ഉപഭോക്തൃ കാര്യങ്ങൾ എന്നിവയുടെ മന്ത്രി ആര്? ഭക്ഷ്യ, സിവിൽ സപ്ലൈസ്, ഉപഭോക്തൃ കാര്യങ്ങൾ എന്നിവയുടെ മന്ത്രി GR അനിലാണ്. GR അനിൽ. ഫിഷറീസ്, സാംസ്കാരികം, യുവജനക്ഷേമം എന്നീ വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്നത് ആര്? ഫിഷറീസ്, സാംസ്കാരികം, യുവജനക്ഷേമം എന്നീ വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്നത് സജി ചെറിയാനാണ്. സജി ചെറിയാൻ. പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക വിഭാഗ ക്ഷേമ വകുപ്പ് മന്ത്രി ആര്? പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക വിഭാഗ ക്ഷേമ വകുപ്പ് മന്ത്രി OR കേളുവാണ്. OR കേളു. മൃഗസംരക്ഷണം, ക്ഷീരവികസനം എന്നീ വകുപ്പുകളുടെ ചുമതലയുള്ള മന്ത്രി ആര്? മൃഗസംരക്ഷണം, ക്ഷീരവികസനം J ചിഞ്ചുറാണിയാണ്. J ചിഞ്ചുറാണി. സ്പോർട്സ്, വഖഫ്, റെയിൽവേ എന്നീ വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്ന മന്ത്രി V അബ്ദുറഹ്മാൻ. സ്പോർട്സ്, വഖഫ്, റെയിൽവേ എന്നീ വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്ന മന്ത്രി V അബ്ദുറഹ്മാൻ. രജിസ്ട്രേഷൻ, മ്യൂസിയം, പുരാവസ്തു വകുപ്പ്. രജിസ്ട്രേഷൻ, മ്യൂസിയം, പുരാവസ്തു രാമചന്ദ്രൻ കടന്നപ്പള്ളിയാണ്. രാമചന്ദ്രൻ കടന്നപ്പള്ളി. ഇന്ത്യയുടെ നിലവിലെ ആഭ്യന്തരമന്ത്രി, യൂണിയൻ ഹോം മിനിസ്റ്റർ ആര്? അമിത് ഷായാണ്. ആഭ്യന്തരമന്ത്രി അമിത് ഷാ. ഇന്ത്യയുടെ പ്രതിരോധ മന്ത്രി, ഡിഫൻസ് മിനിസ്റ്റർ രാജ്നാഥ് സിംഗ് ആണ്. ഇന്ത്യയുടെ പ്രതിരോധ മന്ത്രി ആരാണ്? രാജ്നാഥ് സിംഗ്. ഇന്ത്യയുടെ നിലവിലെ ധനകാര്യമന്ത്രി, ഇന്ത്യയുടെ നിലവിലെ ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമൻ ആണ്. കോർപ്പറേറ്റ് കാര്യവകുപ്പും കൈകാര്യം ചെയ്യുന്നത് നിർമ്മല സീതാരാമൻ ആണ്. ഇന്ത്യയുടെ നിലവിലെ ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമൻ, കോർപ്പറേറ്റ് കാര്യവകുപ്പ് മന്ത്രി നിർമ്മല സീതാരാമൻ. വിദേശകാര്യ വകുപ്പ് മന്ത്രി, മിനിസ്റ്റർ ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സ്, വിദേശകാര്യ വകുപ്പ് മന്ത്രി ഡോക്ടർ S ജയശങ്കർ ആണ്. ഡോക്ടർ S ജയശങ്കർ. സുബ്രഹ്മണ്യം ജയശങ്കർ, വിദേശകാര്യ വകുപ്പ് മന്ത്രി. കേന്ദ്ര റോഡ് ഗതാഗത ഹൈവേ മന്ത്രി, മിനിസ്റ്റർ ഓഫ് റോഡ് ട്രാൻസ്പോർട്ട് ആൻഡ് ഹൈവേസ് നിതിൻ ഗഡ്കരിയാണ്. കേന്ദ്ര റോഡ് ഗതാഗത ഹൈവേ മന്ത്രി നിതിൻ ഗഡ്കരി. ഇന്ത്യയുടെ നിലവിലെ റെയിൽവേ മന്ത്രി ആരാണ്? ഇന്ത്യയുടെ നിലവിലെ റെയിൽവേ മന്ത്രി അശ്വനി വൈഷ്ണവ്. ഇന്ത്യയുടെ നിലവിലെ റെയിൽവേ മന്ത്രി ആരാണ്? അശ്വനി വൈഷ്ണവ്. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ആര്? കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ. ധർമ്മേന്ദ്ര പ്രധാൻ. ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പ് മന്ത്രി, കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പ് മന്ത്രി
ജഗത് പ്രകാശ് നന്ദ, JP നന്ദ. കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പ് മന്ത്രിയാണ് ജഗത് പ്രകാശ് നന്ദ. ഇന്ത്യയുടെ കൃഷി കാർഷിക ക്ഷേമ വകുപ്പ് മന്ത്രി ആരാണ്? ഇന്ത്യയുടെ കൃഷി കാർഷിക ക്ഷേമ വകുപ്പ് മന്ത്രി ശിവരാജ് സിംഗ് ചൗഹാൻ. ശിവരാജ് സിംഗ് ചൗഹാൻ. കേന്ദ്ര വ്യോമയാന മന്ത്രി, മിനിസ്റ്റർ ഓഫ് സിവിൽ ഏവിയേഷൻ. കേന്ദ്ര വ്യോമയാന മന്ത്രി കെ രാംമോഹൻ നായിഡു ആണ്. കെ രാംമോഹൻ നായിഡു കേന്ദ്ര വ്യോമയാന മന്ത്രി. ഇന്ത്യയുടെ നിലവിലെ വാണിജ്യ വ്യവസായ മന്ത്രി ആരാണ്? ഇന്ത്യയുടെ നിലവിലെ വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയലാണ്. പീയൂഷ് ഗോയൽ. കേന്ദ്ര വനിതാ ശിശു വികസന മന്ത്രി ആര്? കേന്ദ്ര വനിതാ ശിശു വികസന മന്ത്രിയാണ് അന്നപൂർണ ദേവി. കേന്ദ്ര വനിതാ ശിശു വികസന മന്ത്രി അന്നപൂർണ ദേവി. ഈ ക്ലാസ്സിലെ അവസാനത്തെ ചോദ്യമാണ് അടുത്ത ചോദ്യം. ജൽ ശക്തി വകുപ്പ് മന്ത്രി ആര്? കേന്ദ്ര ജൽ ശക്തി വകുപ്പ് മന്ത്രി CR പാട്ടീൽ ആണ്. CR പാട്ടീൽ. ഇപ്പം ഏറ്റവും പ്രധാനപ്പെട്ട പരീക്ഷയ്ക്ക് ചോദിക്കാനായിട്ട് ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ ക്ലാസ്സിലൂടെ നോക്കിയത്. മുഴുവൻ ക്വസ്റ്റ്യൻസും പഠിച്ചിരിക്കുവാനായിട്ട് ശ്രമിക്കുക. നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക്